ഡാറ്റ അനലിറ്റിക്സിനെ പറ്റി ആളുകൾ പറയാറുള്ളത് ഹൈ ഡിമാൻഡ്, ഹൈ സാലറി, അമേസിംഗ് കരിയർ ഗ്രോത്ത് എന്നുള്ളതാണ്. ഇതെല്ലാം സത്യം തന്നെയാണ്. എന്നാൽ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ളത് ആരും പറഞ്ഞു തരാറുമില്ല, ചിന്തിക്കാറുമില്ല. ഹായ്, എൻ്റെ പേര് മുഹമ്മദ് ജോഷ്. ഞാൻ എഡ്യൂറിലെ ഡാറ്റ അനലിറ്റിക്സ് ട്രെയിനറാണ്. നിങ്ങളൊരു ബിഗിനറാണ്, പക്ഷേ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് ഏത് ടൂൾസ് തുടങ്ങണം, ഏത് സ്കിൽസ് ഏൺ ചെയ്യണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോയിൽ ഡാറ്റ അനലിറ്റിക്സിൻ്റെ ബേസിക് തൊട്ട് അഡ്വാൻസ് വരെയുള്ള ടൂൾസിൻ്റെ എൻ്റെ റോഡ് മാപ്പ് അവൈലബിൾ ആണ്. ടുഡേ നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജോബ് റോളാണ് ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എന്താണ് ഡാറ്റ അനലിസ്റ്റ്, അല്ലെങ്കിൽ എന്തൊക്കെ ടൂളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടൂൾസുകളാണ് ഡാറ്റ അനലിസ്റ്റ് യൂസ് ചെയ്യുന്നത്, എന്തിനാണ് ഒരു ഡാറ്റ അനലിസ്റ്റിൻ്റെ ആവശ്യം എന്നുള്ളത്. സോ ഫസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡാറ്റ അനലിസ്റ്റിൻ്റെ ജോബ് റോൾ എന്ന് പറയുന്നത് ഒരിക്കലും ഇന്നോ ഇന്നലെയോ വന്നിട്ടുള്ളതല്ല. നമ്മൾ കേട്ടിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഡാറ്റ അനലിസ്റ്റ് ആയിക്കോട്ടെ, ഡാറ്റ സയൻറ്റിസ്റ്റ്, ഡാറ്റ എഞ്ചിനീയറൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവരുടെ ജോബ് റോൾസുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ച് കാലമായിട്ടുള്ളൂ ഈ ഒരു ജോബ് റോൾ നമ്മൾ കേട്ട് പരിചയമുള്ളത്. സോ നമ്മൾ പറഞ്ഞ് നിങ്ങൾക്ക് എന്താണ് ഒരു ഡാറ്റ അനലിസ്റ്റിൻ്റെ ജോബ് റോൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ഇത് ഇന്നലെയും വന്നതല്ല, കുറേ കാലങ്ങളായിട്ട് ഉള്ള ഒരു ജോബ് റോൾ തന്നെയാണ് എന്നുള്ളത്. സോ എന്താണ് ഇന്നത്തെ മാർക്കറ്റിംഗ് ഫീൽഡിൽ അല്ലെങ്കിൽ ഇന്നത്തെ ബിസിനസ്സിൽ ഒരു ഡാറ്റ അനലിസ്റ്റിൻ്റെ ജോബ് റോൾ, അല്ലെങ്കിൽ എന്തിനാണ് ഒരു ഡാറ്റ അനലിസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്ലി എന്താണ് ഒരു ഡാറ്റ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ കളക്ഷൻ ഓഫ് ഫാക്റ്റ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ, അതിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കളക്ഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ഫാക്റ്റുകളുടെ കളക്ഷൻസിനെയാണ് നമ്മൾ ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നെയിം, പ്ലേസ്, ഏജ് എന്ന് പറയുന്നത് ഒരു ഡാറ്റയാണ് അല്ലെങ്കിൽ ഒരു റെക്കോർഡാണ്. ഇതേപോലെ ഒരുപാട് നെയിംസും ഒരുപാട് പ്ലേസും ഒരുപാട് ഏജുകളും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഡാറ്റ സെറ്റ് എന്ന് ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ ഡാറ്റ സെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു അനാലിസിസ് നടത്തുക എന്നുള്ളതാണ് ഡാറ്റ അനലിസ്റ്റ് എന്നുള്ളതിൻ്റെ ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ എന്തിനാണ് ഡാറ്റ അനാലിസിസ് നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ്ലി നമുക്ക് ഒരു റോ ഡാറ്റ മീൻസ് സ്ട്രക്ചേർഡ് ടെക്സ്റ്റൽ ആയിട്ടുള്ള ഡാറ്റനെയാണ് നമ്മൾ റോ ഡാറ്റ എന്ന് പറയുന്നത്. ഒരു റോ ഡാറ്റനെ നമ്മൾ ഒരു വിഷ്വലിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡാറ്റ അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ സമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഡാറ്റനെ സമ്മറൈസ് ചെയ്തിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഫോട്ടോ, ഒരു മലയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രകൃതിയുടെ ഒരു ഫോട്ടോ നമ്മൾ എടുത്തിട്ട് ആ ഫോട്ടോ ഞാൻ ഒരാൾക്ക് കാണിച്ചു കൊടുക്കുമ്പോഴും ആ ഫോട്ടോയിലുള്ള ഓരോ കാര്യങ്ങളും, കുറച്ച് മരങ്ങളുണ്ട്, കുറച്ച് ബേർഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ വയലുകളുണ്ട് എന്ന് ഞാൻ എഴുതി കൊടുക്കുന്നതും തമ്മിൽ എൻ്റെ ഡിഫറൻ്റ് ആണ്. ഞാൻ ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കാണുന്ന ആൾക്ക് അത് കൂടുതൽ മനസ്സിലാവാനും അയാൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടാനും വളരെ എളുപ്പമാണ്. നേരെ മറിച്ച് ഞാനൊരു മരം, ഈ ഒരു ഫോട്ടോയിൽ കുറച്ച് മരങ്ങളുണ്ട്, അതിൽ കുറച്ച് വയലുകളുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് അത് പിക്ചറൈസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ട്. കാരണം മരം എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നുള്ളത്, എവിടെയാണ് വയലുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് പിക്ചറൈസ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതേ സംഭവം തന്നെയാണ് നമ്മൾ ഡാറ്റ അനലിസ്റ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്ട്രക്ചർഡ് ആയിട്ടുള്ള റോ ആയിട്ടുള്ള ഡാറ്റനെ നമ്മളൊരു വിഷ്വലി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് പിക്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ഈസിലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഒരു ബിസിനസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ പാസ്റ്റിൽ ഈ ഗ്രോത്ത് എങ്ങനെയാണ് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഫ്യൂച്ചറായിട്ട് നമുക്ക് എത്രത്തോളം ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് ഇതിൽ നടത്താൻ പറ്റും, എത്രയാണ് റവന്യൂ, പ്രോഫിറ്റ് എന്നുള്ളതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു പർപ്പസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ്ലി ഒരു ബിസിനസ് അനലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിൻ്റെ കൾച്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഗ്രോത്ത് എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. സോ വൈ ഡാറ്റ അനാലിസിസ്, എന്തിനാണ് നമ്മൾ ഈ ഡാറ്റ അനാലിസിസ് നടത്തുന്നത് എന്നുള്ളതാണ്. സോ നമ്മളൊരു ബിസിനസ് എടുക്കുകയാണെങ്കിൽ
ആ ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്ത്, അതിൻ്റെ റവന്യൂ, അതിൻ്റെ പ്രോഫിറ്റൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് അനലൈസ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇപ്പോൾ ഒരു അക്കൗണ്ട്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഏതൊരു ബിസിനസ്സിനും അല്ലെങ്കിൽ ഏതൊരു കമ്പനിക്കും ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു പാർട്ടാണ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടൻറ്റിൻ്റെ ജോബ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ്സിൻ്റെ റവന്യൂ, അവരുടെ പ്രോഫിറ്റ് എങ്ങനെയാണ്, ലോസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഫൈൻഡ് ചെയ്തിട്ട് ആ ഒരു ടാലി ആക്കുക എന്നുള്ളതാണ് ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ജോബ് റോൾ. അപ്പോൾ ഇതേപോലെ ഒരു ബിസിനസ് അനലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡാറ്റ അനലിസ്റ്റ് ഈ ഒരു റവന്യൂ എങ്ങനെയാണ് കൂടിയിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എത്രത്തോളം റവന്യൂ കിട്ടും, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള ആ ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡാറ്റ അനലിസ്റ്റിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. സോ ഏതൊരു ബിസിനസ്സിനും അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻസിനും അല്ലെങ്കിൽ എന്തൊരു കമ്പനീസ് ആയിക്കോട്ടെ നമ്മൾ ഹെൽഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഗ്രോത്തും അവരുടെ ഡെവലപ്മെൻറ്റും അവരുടെ നെക്സ്റ്റ് എന്തൊക്കെയാണ് അവർക്ക് വേണ്ട ഫീച്ചേഴ്സ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഒരു പാറ്റേൺ രൂപത്തിൽ മനസ്സിലാക്കി ആ ഒരു തന്നിരിക്കുന്ന ഡാറ്റയിൽ തന്നെ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മളൊരു ഇൻസൈറ്റ് അതല്ലെങ്കിൽ ഒരു വിഷ്വലി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തിനാണ് ഡാറ്റ അനാലിസിസ് എന്നുള്ളതാണ്. ഒരു പാറ്റേൺ മനസ്സിലാക്കി, ഒരു ബിസിനസ്സിൻ്റെ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഫ്യൂച്ചർ നിങ്ങൾക്ക് പ്രൊഡിക്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ പാസ്റ്റായിട്ട് ആ ബിസിനസ്സിൽ എന്തെല്ലാം നടന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള അനാലിസിസ് നടത്തി ഈ ബിസിനസ്സിനെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളത് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നതിനാണ് ഒരു ഡാറ്റ അനലിസ്റ്റിൻ്റെ ആവശ്യം എന്നുള്ളത്. ഇപ്പോൾ കിങ് ലയർ എന്ന് പറയുന്ന മൂവിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദിലീപ് എന്ന് പറയുന്ന ക്യാരക്ടർ അവിടെ അവരുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ, ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റിൻ്റെ റവന്യൂ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പെർട്ടിക്കുലർ കോസ്മെറ്റിക് പ്രൊഡക്റ്റിൻ്റെ ഹോള് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിലൂടെ വരുന്ന ആ ഒരു ക്രീം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു ക്രീം വരുന്ന ക്വാണ്ടിറ്റി കൂടും. അപ്പോൾ ആ ക്വാണ്ടിറ്റി കൂടുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു പ്രൊഡക്റ്റ് കഴിയുകയും അടുത്ത പ്രൊഡക്റ്റ് ആ ഒരു കസ്റ്റമർ വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് അവർ ആ ഒരു റവന്യൂ, അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഇത് ഒരു ഡാറ്റ അനാലിസിസ് എങ്ങനെ നടത്താൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ടാണ് അവിടെ ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ആ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ഒരു ബിസിനസ്സിനെ ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ കണ്ടുപിടിച്ച് അതിനെ ഗ്രോ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഡാറ്റ അനാലിസിസിൻ്റെ അല്ലെങ്കിൽ ഒരു ഡാറ്റ അനലിസ്റ്റിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. സോ പൊതുവെ 4 ടൈപ്സ് ഓഫ് ഡാറ്റ അനാലിസിസ് ആണുള്ളത്. ഓക്കെ, നമ്മൾ ഡാറ്റ അനാലിസിസിൽ 4 ടൈപ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ഡാറ്റ, ഒരു പാസ്റ്റലി നടന്നിട്ടുള്ള ഒരു ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഡാറ്റിനെ കുറിച്ചിട്ട് ഒരു അനാലിസിസ്, എന്തെല്ലാം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ ഗ്രോത്ത് ഉണ്ടോ, അല്ലെങ്കിൽ റവന്യൂ എത്രയാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഒരു അനാലിസിസ് നടത്തുന്നതിനാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഡയഗ്നോസ്റ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് അനാലിസിസിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റവന്യൂ കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മന്ത് എത്തിയ സമയത്ത് റവന്യൂ കുറഞ്ഞു, അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഒരു മന്ത് എത്തിയ സമയത്ത് പ്രോഫിറ്റ് കൂടി. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളൊരു അനാലിസിസ് നമുക്ക് നടത്താം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള അനാലിസിസിനാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ ആണ് പ്രഡിക്റ്റീവ് അനാലിസിസ്. പ്രഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്താവും അവസ്ഥ എന്നുള്ളത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യും. അതിന് നമ്മൾ ഫോർകാസ്റ്റിംഗ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ ഒരു ഫോർകാസ്റ്റിംഗ് നടത്തുന്നത്, ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ സെയിൽസ് നമ്മളുടെ കയ്യിൽ ഒരു ജനുവരി മുതൽ ഒരു ഒക്ടോബർ വരെ ഉള്ള സെയിൽസിൻ്റെ ഒരു ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നവംബറും ഡിസംബറും എന്താവും ആ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ എന്താവും ആ സെയിൽസ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ പ്രഡിക്ഷൻ നടത്താൻ വേണ്ടി, അതിന് നമ്മൾ ഫോർകാസ്റ്റിംഗ് എന്നാണ് പറയുക, ഇത്തരത്തിലുള്ള പ്രഡിക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള അനാലിസിസിനാണ് നമ്മൾ പ്രഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ആണ് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്.
പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനാലിസിസാണ്. കാരണം നമ്മളൊരു ഫൈൻഡിങ്സ് ഡയഗ്നോസ്റ്റിക് അനാലിസിസിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ഫൈൻഡിങ്സ് നടത്തിയിട്ടുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഇത് നടന്നിട്ടുള്ളത്, സെയിൽസ് കുറഞ്ഞോ അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറഞ്ഞോ കൂടിയോ എന്നുള്ള ഒരു അനാലിസിസാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് അനാലിസിസ് നടത്തുന്നത്. അതിനുശേഷം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത് ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. ഒരു പെർട്ടിക്കുലർ മന്തിൽ സെയിൽസ് കുറഞ്ഞു എന്നുണ്ടെങ്കിൽ അത് കുറയാൻ എന്താണ് കാരണം. ഓക്കെ, ആ കാരണം ഫൈൻഡ് ചെയ്തിട്ട് ആ റീസൺ ഫൈൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതിന് ആ ഒരു അനാലിസിസ് നടത്തുന്നതിനാണ് നമ്മൾ പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഈ 4 ടൈപ്സ് ഓഫ് അനാലിസിസ് ആണ് നമ്മൾ ഒരു ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ജോബ് റോൾ സ്വീകരിക്കുന്ന സമയത്ത് നടത്തേണ്ട അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഈ ഓരോ അനാലിസിസിനും അതിൻ്റേതായിട്ടുള്ള ടൂൾസുകളുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ഫോർമുലാസ് ഉണ്ട്. അപ്പോൾ ഈ ഫോർമുലാസും ഫങ്ഷൻസും ടൂൾസും എല്ലാം നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്കൊരു നല്ല ഒരു ഡാറ്റ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ 4 അനാലിസിസും നടത്തേണ്ട ടൂൾസ്, അതിൻ്റെ ഫോർമുലാസ്, അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം അറിഞ്ഞിരിക്കൽ ഒരു ഡാറ്റ അനലിസ്റ്റിന് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ദെൻ ഡ്യൂട്ടീസ് ഓഫ് ഡാറ്റ അനലിസ്റ്റ്. നമ്മൾ ജസ്റ്റ് ഒരു വിഷ്വൽ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഒരു ഡാറ്റ അനലിസ്റ്റിൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ കളക്ഷനാണ്. ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റ മൈനിങ് എന്ന് നമ്മൾ പറയും. നമ്മളൊരു ഡാറ്റാ ബേസിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സുകളിൽ നിന്നോ ഡാറ്റനെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് മേ ബി എക്സ്ട്രാക്റ്റഡ് ആയിട്ടുള്ള CSV അല്ലെങ്കിൽ JSON, അതല്ലെങ്കിൽ എക്സൽ ഫയലുകൾ, എക്സൽ സോഴ്സുകളായിരിക്കാം. അതല്ലെങ്കിൽ ലൈവ് ആയിട്ടുള്ള ഡാറ്റാ ബേസുകളിൽ നിന്നും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ ഡാറ്റാ ബേസ് എന്ന് പറയാം. അത്തരത്തിലുള്ള ഡാറ്റാ ബേസുകളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലൗഡുകളിൽ നിന്നൊക്കെ നമുക്ക് സെർവറുകളിൽ നിന്നോ അല്ലെങ്കിൽ വെബ്സൈറ്റുകളിൽ നിന്നോ ഒക്കെ ലൈവ് ആയിട്ടുള്ള ഡാറ്റ വേണമെങ്കിലും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഡാറ്റ പ്രീ പ്രോസസ്സിങ്, അതല്ലെങ്കിൽ ഡാറ്റ റാംഗ്ലിംഗ്, അതല്ലെങ്കിൽ ഡാറ്റ മങ്കിങ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഡാറ്റ ക്ലീനിങ്. ഈ ഒരു പ്രോസസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ കിട്ടുന്ന ഡാറ്റ എന്ന് പറയുന്നത് അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മെസ്സി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒട്ടും ക്ലീൻ അല്ലാത്ത ഒരു ഡാറ്റ ആയിരിക്കും നമുക്ക് കിട്ടുക. ഈ ഡാറ്റനെ നമ്മളൊരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിലോട്ട്, അതല്ലെങ്കിൽ പെട്ടെന്ന് പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലോട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ക്ലീൻ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. സോ അത് നമുക്ക് പല രീതിക്കുള്ള ക്ലീനിങ്ങും നമുക്ക് വരാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാറ്റ ടൈപ്പുകൾ, പല ഫോർമാറ്റുകളുള്ള ഡാറ്റാസുകളായിരിക്കും നമുക്ക് കിട്ടുക. അതിൻ്റെയൊക്കെ ഡാറ്റ ഓർഡറുകൾ, ജസ്റ്റ് മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പെല്ലിങ്, ജസ്റ്റ് ഒരു ബേസിക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പെല്ലിങ് തന്നെ. ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പേര്, ഒരു സ്ഥലത്തിൻ്റെ നെയിം നമ്മൾ എഴുതുന്ന സമയത്ത് പലരും പല ഫോർമാറ്റിൽ അല്ലെങ്കിൽ പല സ്പെല്ലിങ്, ചിലപ്പോൾ സ്പെല്ലിങ് മിസ്റ്റേക്ക് തന്നെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ഒരു ഡാറ്റ ക്ലീനിങ്ങിൻ്റെ പാർട്ടാണ്. നമ്മളിപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേര് ജസ്റ്റ് സ്പെല്ലിങ് മിസ്റ്റേക്കിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു മാപ്പിലോട്ടോ ഒക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു സ്ഥലത്തിനെ മാപ്പിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതെല്ലാം ഒരു ഡാറ്റ ക്ലീനിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ക്ലീനിങ് നമ്മൾ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്ട്രക്ചേർഡ് നല്ല ക്ലീൻഡ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഡാറ്റ പ്രീ പ്രോസസ്സിങ് അല്ലെങ്കിൽ ഡാറ്റ ക്ലീനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരുപാട് ടൂൾസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതെല്ലാം നമ്മൾ അടുത്ത വീഡിയോസിൽ നമ്മൾ പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പാണ് പാറ്റേൺ അനാലിസിസ് എന്ന് പറയുന്നത്. ഡാറ്റനെ പാറ്റേൺ അനാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് തന്നെയാണ്. കാരണം നമുക്ക് കിട്ടുന്ന ഡാറ്റയിൽ എന്തെല്ലാം ഫീച്ചേഴ്സുകളുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഈ ഡാറ്റയിലുള്ള ഓരോ കോളംസും അല്ലെങ്കിൽ ഓരോ വാല്യൂസും എത്രത്തോളം ടാർഗറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാ കോളംസിനെയും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇപ്പോൾ സെയിൽസാണ്, നമ്മൾ സെയിൽസ് വെച്ചിട്ടുള്ളൊരു അനാലിസിസാണ്, സെയിൽസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളൊരു അനാലിസിസാണ് നമുക്ക് നടത്തേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കസ്റ്റമറിൻ്റെ നെയിമിന് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. ഓക്കെ, അല്ലെങ്കിൽ ഓർഡറിൻ്റെ IDക്ക് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എല്ലാ കോളംസും ഫീച്ചേഴ്സ് ആവണം എന്ന് യാതൊരു നിർബന്ധമല്ല. ഓക്കെ, അപ്പം അതേപോലെ ആ ഒരു പെർട്ടിക്കുലർ ഡാറ്റാ സെറ്റിൻ്റെ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളത് ആണ് ഒരു തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്.
ദെൻ ഫോർത്ത് സ്റ്റെപ്പാണ് നമ്മൾ റിപ്പോർട്ട് ബിൽഡിങ് അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ടൂൾസുകൾ ഡാറ്റ അനാലിസിസിൽ ഡാറ്റ അനലിസ്റ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൂൾസുകളുണ്ട്. എക്സൽ, പവർ BI, ടാബ്ലൂ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ടൂൾസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു റിപ്പോർട്ട് ബിൽഡ് ചെയ്യുന്നത്. ദെൻ ഫിഫ്ത്ത് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഷോ കേസിങ് അല്ലെങ്കിൽ വാലിഡേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. എല്ലാ റിസൾട്ടും ഓക്കെ ആണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടോ, ഈ ഒരു റിപ്പോർട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ ക്ലയൻറ്റിനോ അതല്ലെങ്കിൽ നമുക്ക് ഷോ കേസ് ചെയ്യേണ്ട ആളുകൾക്കോ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രസൻറ്റബിൾ ആക്കാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു വാലിഡേഷൻ, ഒരു ചെക്കിങ് നമ്മൾ നടത്തേണ്ടത്. അതിനുശേഷം മാത്രമേ നമുക്ക് ഇത് ഒരു ആൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഇവിടെ ഈ എല്ലാ സ്റ്റെപ്പുകളും ഒരു ഡാറ്റ അനലിസ്റ്റ്, ഒരു സിംഗിൾ ഡാറ്റ അനലിസ്റ്റ് തന്നെ ചെയ്യണം എന്ന് ഇല്ല. അത് ബേസ്ഡ് ഓൺ കമ്പനി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഒരു ലാർജ് സ്കെയിൽ കമ്പനീസൊക്കെ ആണെങ്കിൽ ഈ ഓരോ സ്റ്റെപ്പും വൺ ബൈ വൺ ആയിട്ട് ഓരോരുത്തരായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ചില സമയത്ത് ഒരു സ്മാൾ സ്കെയിൽ കമ്പനീസൊക്കെ ആണെങ്കിൽ ഈ എല്ലാ സ്റ്റെപ്പുകളും അല്ലെങ്കിൽ എല്ലാ പ്രോസസ്സുകളും ഒരാൾ തന്നെ ചെയ്യേണ്ടി വരും. അതിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ കമ്പനിയാണ്. സോ ഇതാണ് ഒരു ഡാറ്റ അനലിസ്റ്റിൻ്റെ ജോബ് റോൾസ് അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത്. എന്തൊക്കെ ജോബ് റോളിൽ ഒരു ഡാറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡാറ്റ അനലിറ്റിക്സ് ടീമിന് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരുപാട് ജോബ് റോളുകൾ നമുക്ക് അവൈലബിൾ ആണ്, ഓഫർ ചെയ്യുന്നുണ്ട്. പവർ BI എന്ന് പറയുന്ന ടൂൾ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ പവർ BI ഡെവലപ്പറായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ SQL എന്ന് പറയുന്ന ഡാറ്റാബേസിന് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ടാബ്ലൂ ഡെവലപ്പറായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സൽ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ MIS എക്സിക്യൂട്ടീവായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ജസ്റ്റ് ഒരു സബ്ബായിട്ടുള്ള ഒരുപാട് ജോബ് റോളുകളും നമുക്കുണ്ട്. അതെല്ലാം ഒരു മെയിൻ ജോബ് റോൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഡാറ്റ അനലിസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഒരു ഡാറ്റ സയൻറ്റിസ്റ്റായിട്ടോ അതല്ലെങ്കിൽ ഒരു ഡാറ്റ എൻജിനീയറായിട്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് അനലിസ്റ്റായിട്ടോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് റോളുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഡാറ്റ അനലിസ്റ്റ് ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ BI ടൂൾസ് ആയിട്ടുള്ള പവർ BI, ടാബ്ലൂ, എക്സൽ എന്ന് പറയുന്ന ടൂൾസ് എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടോ SQL എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ വർക്ക് ചെയ്യാം. ഡാറ്റ സയൻറ്റിസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കോഡിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഡാറ്റ അനലിസ്റ്റിന് കോഡ് നമുക്ക് വളരെ കുറവായിരിക്കും. നേരെ മറിച്ച് ഡാറ്റ സയൻറ്റിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് പൈത്തൺ എന്ന് പറയുന്ന അതല്ലെങ്കിൽ R എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതും ഡാറ്റ ക്ലീൻ ചെയ്യുന്നതും നമ്മൾ മേലെ പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളും. അതുപോലെ തന്നെ ഡാറ്റ റിപ്പോർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം പൈത്തൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ R എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഡാറ്റ എൻജിനീയർ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ഹൈ ലെവലാണ്. കാരണം ഡാറ്റ എൻജിനീയർ കുറച്ചും കൂടെ വലിയൊരു എൻലാർജ് ആയിട്ടുള്ള വലിയ സൈസിലുള്ള ഒരു ഡാറ്റനൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഡാറ്റ എൻജിനീയർ ഹഡൂപ്പ്, സ്പാർക്ക് എന്നൊക്കെ പറയുന്ന ടൂൾസുകൾ യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ എൻജിനീയേഴ്സിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഹൈലി ഡിമാൻഡഡ് ജോബ് റോൾസും ഉണ്ട്. അതിൽ സബ് റോൾസ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പവർ BI ഡെവലപ്പർ, ടാബ്ലൂ ഡെവലപ്പർ, എക്സൽ സ്പെഷ്യലിസ്റ്റ്, MIS എക്സിക്യൂട്ടീവ്, ഒരുപാട് ഇൻഡസ്ട്രീസിൽ നിങ്ങൾക്ക് അതാത് ഇൻഡസ്ട്രികളുടെ അനലിസ്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ജോബ് ഓഫർ ചെയ്യുന്നത് ഒരുപാട് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസിൽ നമുക്ക് ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കോഴ്സ് കൊണ്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്കോപ്പ് കൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഒരു IT ഇൻഡസ്ട്രികളിൽ മാത്രമല്ല ഒരു ഡാറ്റ അനലിസ്റ്റിൻ്റെ ആവശ്യം എന്നുള്ളത്, ഒരുപാട് ഇൻഡസ്ട്രീസിൽ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ദെൻ എന്തൊക്കെ ടൂൾസുകളാണ് ഒരു ഡാറ്റ അനലിസ്റ്റിന് വേണ്ടത് എന്നുള്ളത്. ഇവിടെ നമുക്ക് ഒരു ഡാറ്റ അനലിസ്റ്റിന് വേണ്ട ടൂൾസിന് പറയുകയാണെങ്കിൽ ഫസ്റ്റ്ലി നമുക്ക് ഡാറ്റ ക്വറി, അതല്ലെങ്കിൽ ഡാറ്റനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഡാറ്റകളെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഡാറ്റാ ബേസ്, ഏതെങ്കിലും ഒരു ഡാറ്റാ ബേസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഡാറ്റനെ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റനെ മാത്രമല്ല, അല്ലെങ്കിൽ ടാബിൾസിനെ അല്ലെങ്കിൽ വ്യൂസ്, ട്രിഗേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരുപാട് മോഡൽസുകളുണ്ട്. ഈ മോഡൽസിനെ എല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു കണ്ടെയ്നറിനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് വ്യൂസ്, മോഡൽസ് എന്നുള്ളതൊക്കെ, ടാബിൾസ് എന്നുള്ളതൊക്കെ നമ്മൾ വരും SQL ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നമ്മൾ
ഇതിനാണ് ഈ ഒരു ഡാറ്റാ ബേസിനെ നമ്മൾ അല്ലെങ്കിൽ ഈ ഡാറ്റനെ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാ ബേസ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഡാറ്റ അനലിറ്റിക്സിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസ് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞിരുന്നു ഡാറ്റ മൈനിങ് അല്ലെങ്കിൽ ഡാറ്റ കളക്ഷൻ. ഈ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് സോഴ്സുകളുണ്ട്. നമുക്ക് ഡാറ്റനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റാ ബേസ് എന്ന് പറയുന്ന ഒരു സെർവർ അല്ലെങ്കിൽ ക്ലൗഡ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഡാറ്റാ ബേസുകളിലാണ് നമ്മൾ മോഡൽസിനെ സ്റ്റോർ ചെയ്യുക. മോഡൽസ് എന്ന് പറയുമ്പോൾ ടാബിൾ, വ്യൂസ്, ട്രിഗേഴ്സ്, ഫങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് മോഡൽസുകളുണ്ട്. അതെല്ലാം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മോഡൽസിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡാറ്റനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ ഡാറ്റാ ബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പെട്ടതാണ് SQL എന്ന് പറയുന്ന സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു സെർവർ എന്ന് പറയുന്നത്. സോ 2 ടൈപ്സ് ഓഫ് ഡാറ്റാ ബേസുകളുണ്ട്. അതിൽ ഒരു ടൈപ്പിൽ പെട്ടതാണ് SQL എന്നൊക്കെ പറയുന്നത്. നമ്മുടെ SQL എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് നമുക്ക് SQL എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡാറ്റാ ബേസിനെ കുറിച്ചുള്ള നല്ല ഒരു ഐഡിയ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനും ഡാറ്റ കളക്ഷനും വേണ്ടിയിട്ട് മാത്രമല്ല SQL അല്ലെങ്കിൽ ഡാറ്റാ ബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് എന്ന് പറയുന്നത് ഡാറ്റനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഡാറ്റനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഈ ഒരു ഡാറ്റാ ബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് വിഷ്വലൈസേഷൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് വിഷ്വലൈസേഷന് മുന്നേ നമുക്ക് തൊട്ട് മുന്നത്തെ ഒരു സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡാറ്റ ക്ലീനിങ് അല്ലെങ്കിൽ ഡാറ്റ പ്രീ പ്രോസസ്സിങ് എന്ന് പറയുന്നത്. ഡാറ്റ പ്രീ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ETL എന്ന് പറയുന്ന എക്സ്ട്രാക്ട്, ട്രാൻസ്ഫോം, ലോഡ് എന്ന് പറയുന്ന ETL ടൂളിൽ പെട്ട ഒരു ടൂളാണ് പവർ ക്വറി എഡിറ്റർ എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റ് ഓഫർ ചെയ്യുന്ന ഒരു ടൂളാണ് പവർ ക്വറി എഡിറ്റർ എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റിൻ്റെ ഒട്ടുമിക്ക പ്രൊഡക്റ്റുകളിലും നമുക്ക് പവർ ക്വറി എഡിറ്റർ എന്ന് പറയുന്ന ടൂൾ അവൈലബിൾ ആണ്. സോ ഈ ഒരു പവർ ക്വറി എഡിറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡാറ്റനെ പ്രീ പ്രോസസ് അല്ലെങ്കിൽ ഡാറ്റ ക്ലീനിങ് നടത്തുന്നത്. നമുക്ക് SQL യൂസ് ചെയ്തിട്ടും നമുക്ക് ഡാറ്റ ക്ലീനിങ് അല്ലെങ്കിൽ ഡാറ്റ പ്രീ പ്രോസസ്സിങ് നടത്താൻ പറ്റുന്നതാണ്. ഓക്കെ, അതല്ല നമ്മൾ പൈത്തൺ യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഡാറ്റ സയൻറ്റിസ്റ്റാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ EDA എന്ന് പറയുന്ന എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റ പ്രീ പ്രോസസ്സിങ് അല്ലെങ്കിൽ ഡാറ്റ ക്ലീനിങ് നടത്തുന്നത്. അതിൽ തന്നെ പൈത്തൻ്റെ ലൈബ്രറീസ് ആയിട്ടുള്ള നംപൈ, പാണ്ടാസ്, മാറ്റ്പ്ലോട്ട്ലിബ് എന്നൊക്കെ പറയുന്ന ലൈബ്രറീസൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ EDA എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ പാറ്റേൺ അനാലിസിസിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പവർ BI അല്ലെങ്കിൽ ടാബ്ലൂ അല്ലെങ്കിൽ എക്സൽ, പൊതുവേ എക്സലാണ് നമ്മൾ പാറ്റേൺ അനാലിസിസിനൊക്കെ യൂസ് ചെയ്യാറ്. അതല്ലെങ്കിൽ പവർ BIയിൽ ടാബിൾ വ്യൂ എന്ന് പറയുന്ന ഒരു വ്യൂ സെക്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, അതിലാണ് നമ്മൾ പാറ്റേൺ മനസ്സിലാക്കുന്നത്. ദെൻ നമുക്കൊരു റിപ്പോർട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പവർ BI അതല്ലെങ്കിൽ എക്സൽ അതല്ലെങ്കിൽ ടാബ്ലൂ അതുമല്ലെങ്കിൽ ലൂക്കർ, സോഹോ എന്നൊക്കെ പറയുന്ന ഒരുപാട് ടൂൾസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇന്ന് നിലവിൽ പോപ്പുലറായിട്ടുള്ള ടൂൾസുകളാണ് നമ്മൾ പവർ BI, ടാബ്ലൂ, എക്സൽ. അതാണ് നമ്മൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതെല്ലാം നിങ്ങൾക്ക് പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ഒരു ഡാറ്റാ സയൻറ്റിസ്റ്റിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽപ്പെട്ട ലൈബ്രറീസ് ആയിട്ടുള്ള പൈപ്ലോട്ട്, മാറ്റ്പ്ലോട്ട്ലിബ്, അതേപോലെ തന്നെ നമുക്ക് സീബോൺ എന്നൊക്കെ പറയുന്ന പ്ലോട്ട്ലി എന്നൊക്കെ പറയുന്ന ലൈബ്രറീസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ലൈബ്രറീസ് ഒക്കെ യൂസ് ചെയ്തിട്ടും നമുക്കൊരു വിഷ്വലൈസേഷൻസ് അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള BI ടൂൾസുകളും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ETL ടൂൾസുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെയാണ് ഒരു ഡാറ്റ അനലിസ്റ്റിന് വേണ്ട ടൂൾസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് AWS എന്നൊക്കെ പറയുന്ന, അസ്യൂർ എന്നൊക്കെ പറയുന്ന ക്ലൗഡ് പ്ലാറ്റ്ഫോംസുകളും കുറച്ച് അല്ലെങ്കിൽ സ്പാർക്ക്, ഹഡൂപ്പ് എന്നൊക്കെ പറയുന്ന ബിഗ് ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഡാറ്റ എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞത് അതിൽപ്പെട്ട ടൂൾസുകളായിട്ടുള്ള AWS, ഹഡൂപ്പ്, സ്പാർക്ക് എന്നൊക്കെ പറയുന്ന ടൂൾസുകളും അറിഞ്ഞിരുന്നാൽ നമുക്ക് ബിഗ് ഡാറ്റ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡാറ്റ എഞ്ചിനീയർ എന്ന് പറയുന്ന ഫീൽഡിലോട്ടും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ദെൻ വൈ ഡാറ്റ അനലിറ്റിക്സ് മാറ്റേഴ്സ് ടുഡേ. ഇന്ന് എന്താണ് ഒരു ഡാറ്റ അനലിസ്റ്റിൻ്റെ യൂസ്? നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞ കേസ് തന്നെയാണ്. നമുക്ക് 5 to 6% ആയിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് നമുക്ക് ഫാസ്റ്ററായിട്ട് 5 to 6% നമുക്ക് ഫാസ്റ്റർ ഗ്രോത്ത് നമുക്കൊരു ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 20% മാർക്കറ്റിംഗ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ബൂസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ 10% അല്ലെങ്കിൽ 10 മടങ്ങ് നമുക്ക്
ഫാസ്റ്റർ ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഡാറ്റ അനലിസ്റ്റിനെ കൊണ്ട് ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്ന ജോബ് റോള് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിനെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഗ്രോ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫാക്ടർ തന്നെയാണ് ഒരു ഡാറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡാറ്റ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡാറ്റ എഞ്ചിനീയർ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള അല്ലെങ്കിൽ പോപ്പുലേഷൻസ് വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ ഡാറ്റയും വളരെ വലിയ സൈസുകളിലുള്ള ഡാറ്റാസാണ് നമുക്ക് കിട്ടുന്നത്. TB അല്ലെങ്കിൽ MB എന്നല്ല ഇന്നത്തെ ഡാറ്റൻ്റെ സൈസ് എന്ന് പറയുന്നത്. GB-യും TB-യും എല്ലാം കടന്ന് വലിയ സൈസിലുള്ള ഡാറ്റ തന്നെയാണ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇത്തരത്തിലുള്ള വലിയൊരു ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഏറ്റവും നമ്മുടെ മാർക്കറ്റ്, നിങ്ങൾക്കറിയാം ഇന്ത്യൻ മാർക്കറ്റ് ആയിക്കോട്ടെ, നമ്മുടെ കേരളത്തിൻ്റെ മാർക്കറ്റ് ആയിക്കോട്ടെ, വലിയൊരു ബിഗ് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ ഒരു ബിസിനസ്സിനെ ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ് ഒരു അനാലിസിസ്, ഒരു ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ കാലത്ത് ഡാറ്റ അനലിസ്റ്റിൻ്റെ ജോബ് റോൾ അല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റ് ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ ഒരു മാർക്കറ്റിനെ ഏറ്റവും ഹൈ ലെവലിലോട്ട് നമുക്ക് ഗ്രോ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ദെൻ മറ്റു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഡൗട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ് AI ടൂൾസുകൾ വന്നു കഴിഞ്ഞാൽ ഡാറ്റ അനാലിസിസ് റീപ്ലേസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊരു കമ്പനിയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻസ് ആണെങ്കിലും അവരുടെ ഡാറ്റ എന്ന് പറയുന്നത് അത്രയും സെക്യൂർ ആവേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അത്രത്തോളം കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് ഏതൊരു കമ്പനീസും ഓഫർ ചെയ്യുന്നത്. കാരണം ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കമ്പനിനെ ഡിസ്ട്രോയ് ചെയ്യിപ്പിക്കാനും അല്ലെങ്കിൽ ഒരു കമ്പനീൻ്റെ ഗ്രോത്ത് മനസ്സിലാക്കാനൊക്കെ നമുക്ക് സാധ്യമാണ്. സോ ഏതൊരു കമ്പനിയും അവരുടെ ഡാറ്റ അത്രത്തോളം പ്രൈവറ്റായിട്ട് അത്രത്തോളം സെക്യൂർ ആയിട്ടേ വെക്കുള്ളൂ. സോ നമ്മൾ ഒരു AI ടൂൾസുകൾ അല്ലെങ്കിൽ ChatGPT പോലത്തെ, കോപ്പൈലറ്റ് പോലത്തുള്ള ഒരുപാട് AI ടൂൾസ്, അതല്ലാതെ അനാലിസിസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരുപാട് AI ടൂൾസുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള AI ടൂൾസിലോട്ട് ഡാറ്റ ഇട്ട് കഴിഞ്ഞാൽ, ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മീനിങ് ഫുള്ളായിട്ടുള്ള അനാലിസിസും മീനിങ് ഫുള്ളായിട്ടുള്ള റിപ്പോർട്ട്സും അവർ നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്നുണ്ട്. അപ്പോൾ അതല്ലേ ഈസി. അങ്ങനെയാണെങ്കിൽ ഒരു പവർ BI ഡെവലപ്പറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡാറ്റ അനലിസ്റ്റിൻ്റെയോ ആവശ്യം ഒരു കമ്പനിയും ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും നമ്മൾ ആശങ്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഞാനിവിടെ പറയുന്നത് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരാളും ഒരു കമ്പനീൻ്റെ ഡാറ്റ ChatGPTയോടോ അല്ലെങ്കിൽ മറ്റു AI ടൂൾസിലോട്ടോ ഇടാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, ഏതൊരു ഇൻപുട്ട്, നമ്മളൊരു ഫോട്ടോ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഒരു വീഡിയോ ആയിക്കോട്ടെ, എന്തൊരു കാര്യം നമ്മളൊരു AI ടൂളിലോട്ട് കൊടുക്കുന്ന സമയത്ത് ആ AI ടൂൾ ഉണ്ടാക്കിയ ആൾ അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു ഡാറ്റാ ബേസിലോട്ട് ആ നമ്മൾ കൊടുക്കുന്ന ഏതൊരു ഇമേജസും ഏതൊരു വീഡിയോസും അവർക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റാ സെറ്റ് ആയിക്കോട്ടെ, ആ ഡാറ്റാ സെറ്റും അവർക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അത് അത്രത്തോളം ഒരു ഡാറ്റൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനീൻ്റെ പ്രൈവസി അല്ലെങ്കിൽ സെക്യൂരിറ്റി നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരിക്കലും ഒരു ഡാറ്റ മറ്റു AI ടൂൾസ്, ഒരു ഡാറ്റനെ നമ്മൾ മറ്റു AI ടൂൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് അജൻറ്റിക് AI അല്ലെങ്കിൽ ജനറേറ്റീവ് AI എന്നൊക്കെ പറയുന്ന AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഹ്യൂമനേക്കാൾ കൂടുതൽ വർക്കിംഗ് നടക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. സോ പല കേസുകളിലും ഡാറ്റ കോൺഫിഡൻഷ്യലായിട്ട് തന്നെ കീപ്പ് ചെയ്യുന്ന, സെക്യൂറായിട്ട് തന്നെ കീപ്പ് ചെയ്യുന്ന പല രീതിക്കുള്ള ടൂൾസും ഇറക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ടൂൾസ് ഇറക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അജൻറ്റിക് AI എന്ന് പറയുന്ന ഒരു ഒരു ഹ്യൂമനേക്കാൾ കുറച്ചും കൂടെ ഇമ്പാക്റ്റുള്ള, കുറച്ചും കൂടെ ഇൻ്റർവെൻഷൻ നടത്താൻ പറ്റുന്ന ഒരു അജൻറ്റിക് AI എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് അനാലിസിസിനായിട്ട് ഒരാൾക്ക് വേണമെങ്കിൽ ഒരാൾക്ക് മീൻസ് ഒരു കമ്പനിക്ക് വേണമെങ്കിൽ ഒരു ടൂൾ ഉണ്ടാക്കാം. അപ്പോൾ ആ ടൂള് എങ്ങനെ വർക്ക് ചെയ്യണം, ഇപ്പോൾ ഒരു ഡാറ്റ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഡാറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ ഡാറ്റ വെച്ചിട്ട് എന്തൊക്കെ ഫൈൻഡിങ്സ് നടത്തണം അല്ലെങ്കിൽ എന്തൊക്കെ അനാലിസിസ് നടത്തണം എന്നൊക്കെ വെച്ചിട്ട് ആ സൂപ്പർ മാർക്കറ്റ് വർക്ക് ചെയ്യിപ്പിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ടൂൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടുള്ള യൂസ് എന്ന് പറയുന്നത് ആ ടൂള് മറ്റാർക്കും ലഭ്യമല്ല. ആ ടൂളിൽ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മാത്രം ഡാറ്റ മാത്രമേ ഇൻസേർട്ട് ആവുള്ളൂ. അതിൽ വെച്ചിട്ടുള്ള അനാലിസിസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ,
ഔട്ട്പുട്ടായിട്ടുള്ള കിട്ടുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള എജൻറ്റിക് AI വന്നതുകൊണ്ട് അത്തരത്തിലുള്ള ടൂൾസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസും ഹ്യൂമൻ ഐഡിയ എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഹ്യൂമൻ ഐഡിയ എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് പോലെയല്ല നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല മറ്റു ഒരു ഹൈ അതോറിറ്റി അല്ലെങ്കിൽ ഒരു സീനിയർ ഡാറ്റ അനലിസ്റ്റ് ചിന്തിക്കുക. അപ്പോൾ ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. മാത്രമല്ല നമ്മൾ NLP എന്ന് പറയുന്ന നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ChatGPTയോടോ അതല്ലെങ്കിൽ മറ്റു AI ടൂൾസിനോട് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ്, നമ്മൾ കൊടുക്കുന്ന ഓരോ പ്രോംപ്റ്റിലും കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ ഇൻസൈറ്റുകൾ അല്ലെങ്കിൽ പുതിയ വിഷ്വൽസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പുതിയ റിപ്പോർട്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മൾ നെക്സ്റ്റ് കോഴ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് AI ടൂൾസ് യൂസ് ചെയ്തിട്ട് പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് വിഷ്വൽസും റിപ്പോർട്ട്സും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ പറയുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഡാറ്റ അനലിസ്റ്റ് ജോബായിട്ട് കയറിക്കഴിഞ്ഞാൽ, ഡാറ്റ അനലിസ്റ്റിലോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ ആ ജോബ് നിന്നും അവരെ ടെർമിനേറ്റ് ചെയ്യപ്പെടുമോ ഈ AI ഏജൻസ് വന്നു കഴിഞ്ഞാൽ എന്നുള്ളതല്ല. കാരണം നമ്മളൊരു വർക്കിലോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റീപ്ലേസബിൾ ആവുന്നത് നമ്മുടെ വർക്കിൻ്റെ എഫേർട്ടിനനുസരിച്ചും നമ്മുടെ വർക്ക് എത്രത്തോളം നല്ലതാണെന്നും നോക്കിയിട്ട് തന്നെയാണ്. അതല്ലാതെ AI ടൂൾസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് NLPയും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കാലത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ AI ടൂൾസ് വരുന്ന സമയത്ത് ഡാറ്റ ഓട്ടോമാറ്റിക്കലി കളക്ട് ചെയ്യാൻ പറ്റും. ഡാറ്റാൻ്റെ പ്രീ പ്രോസസ്സിങ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മോഡൽ ഓട്ടോമാറ്റിക്കലി ബിൽഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മാനുവൽ കോഡിംഗ് ഉള്ള ഓട്ടോമാറ്റിക് കോഡിംഗ് വെച്ചിട്ട് നമുക്ക് ആക്ഷണബിൾ ഇൻസൈറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഒരു പ്രോംപ്റ്റ് കൊടുക്കാൻ ഒരാളെ സഹായമുണ്ട്. എത്രത്തോളം എങ്ങനെയൊക്കെയുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂമൻ ബ്രെയിൻ ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹ്യൂമൻ ബ്രെയിൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു എജൻറ്റിക് AIയും ഏതൊരു ജനറേറ്റീവ് AI എന്നൊക്കെ പറയുന്ന AI ടൂൾസുകളും വർക്ക് ചെയ്യുള്ളൂ. സോ നമ്മളൊരു ഡാറ്റ അനലിസ്റ്റായിട്ട് വർക്കിന് കയറിക്കഴിഞ്ഞാൽ അപ്ഗ്രേഡ് എന്ത് AI ടൂൾസ് വന്നു കഴിഞ്ഞാലും ഏതൊക്കെ രീതിക്കുള്ള ഓട്ടോമേഷൻസ് വന്നു കഴിഞ്ഞാലും അതിനനുസരിച്ച് നമ്മളും അപ്ഗ്രേഡ് ആവുക തന്നെ വേണം. അപ്പം നമ്മൾ അതിനനുസരിച്ച് AI ടൂൾസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ അപ്ഗ്രേഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ ഒരു വർക്കിൽ നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ പോകാൻ പറ്റും. അതല്ല നമ്മൾ ഇപ്പോഴും ഒരേ ഒരു ലെവലിലാണ് കീപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് മൂവ് ഫോർവേഡ് നടത്താൻ പറ്റില്ല എന്നുള്ളത്. കാരണം വിത്തിൻ മിനിറ്റ്സ് കൊണ്ട് അല്ലെങ്കിൽ വിത്തിൻ മന്തുകൾ കൊണ്ടാണ് ഓരോ ടൂൾസിലെയും ഫീച്ചേഴ്സ് കൂടുന്നത്. പവർ BIൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ 2 മന്ത് കൂടുന്ന സമയത്ത് ഫീച്ചേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പഠിച്ചാൽ നമ്മൾ ഓരോ ടൈമിനനുസരിച്ച് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഫീൽഡിൽ നിന്നല്ല ഏതൊരു ഫീൽഡിലും നമുക്ക് നിലനിൽപ്പുള്ളൂ. സോ ഇതാണ് ഡാറ്റ അനലിറ്റിക്സിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. സോ ഏറ്റവും നല്ലൊരു മികച്ച ഡാറ്റ അനലിറ്റിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വരും കോഴ്സുകളിൽ എക്സൽ എന്ന് പറയുന്ന ടൂള്, പവർ BI എന്ന് പറയുന്ന ടൂള്, അതുപോലെ തന്നെ ടാബ്ലോ എന്ന് പറയുന്ന ടൂള്, അതേപോലെ SQL, പൈത്തൺ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മളൊരു ഡാറ്റ അനാലിസിസ് നടത്തുന്നത് എന്നൊക്കെ കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണ വീഡിയോസ് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ പറയുന്നുണ്ട്. സോ എല്ലാവരും ഒരു നല്ലൊരു ഡാറ്റ അനലിസ്റ്റ് ആവാൻ അല്ലെങ്കിൽ നല്ലൊരു ഡാറ്റ സയൻറ്റിസ്റ്റ് ആവാൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു ഡാറ്റ എഞ്ചിനീയർ ആവാൻ തന്നെ വർക്ക് ചെയ്യുക. നിങ്ങൾ കാലത്തിനനുസരിച്ച് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല പൊസിഷനിൽ നിങ്ങൾക്ക് ഈ ഒരു ജോബ് റോൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഡാറ്റ അനലിറ്റിക്സിൻ്റെ എൻ്റെ റോഡ് മാപ്പ് കണ്ടിട്ടുണ്ടാവും. ഇത് നിങ്ങൾ ഒരു തവണ കണ്ടിട്ട് കാര്യമില്ല, ഓവർ ആൻഡ് ഓവർ വാച്ച് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഇത് കാര്യം. ഈ റോഡ് മാപ്പ് കൺസിസ്റ്റൻ്റ്ലി ഫോളോ ചെയ്താൽ ഡാറ്റ അനലിറ്റിക്സിൽ നിങ്ങൾക്ക് ഒരു അമേസിംഗ് കരിയർ ബിൽഡ് ചെയ്യാം.